കേരളത്തിന് പണം തരില്ല. കേരളത്തിന് പണം തരില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓശാരത്തിനൊന്നും ചോദിക്കുന്നതല്ല, യാചിക്കുന്നൊന്നുമല്ല. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അവകാശങ്ങൾ നമുക്ക് നൽകേണ്ടത്, കേരളത്തിന് നൽകേണ്ടത് തരുന്നില്ല എന്ന പരാതിയാണ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നത്, വേറെയല്ല. എത്ര ആയിരം കോടിയാണ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരുന്നത്. സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ സൗകര്യമല്ല ഉദ്ദേശിക്കുന്നത്. ലോകത്ത് തന്നെ നടന്ന പുനരധിവാസങ്ങൾക്കെല്ലാം മാതൃകയാവുന്ന ഒരു വയനാട് മോഡലാവണം, അതൊരു ടൗൺഷിപ്പ് ആവണമെന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വ്യക്തമായി തീരുമാനിച്ചത്. എങ്ങനെ ഒരു കൂര കെട്ടി അവിടെ പറഞ്ഞേക്കല്ല. ഇവിടെ നിൽക്കുന്നതല്ല പത്രക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നേ, അവരെല്ലാം വിചാരിക്കുന്നത് ഞാൻ അദാനീൻ്റെ ആളാണ്. എന്ത് അദാനി? അദാനീൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ കുത്തിവെച്ചിട്ട് ഇല്ലേ? അദാനിയുണ്ട്, അംബാനിയുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത എഴുതുന്നത്. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നാളെ പത്രത്തിൽ കൊടുക്കാനാണ്, നാളെ ടി വിയിൽ വരാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു തെറ്റിദ്ധാരണക്കാർക്കും വേണ്ട, എനിക്കൊട്ടുമില്ല. എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ നോക്കാനാണ് നിൽക്കുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും വല്ല പെശകും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതെല്ലാം. ജുഡീഷ്യറി തിരഞ്ഞെടുപ്പുണ്ടോ? 5 കൊല്ലം കൂടുമ്പോൾ ഇന്ന മജിസ്ട്രേറ്റിനെ തിരഞ്ഞെടുക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മജിസ്ട്രേറ്റിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ജഡ്ജിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ജുഡീഷ്യറിയിൽ എവിടെയെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിലപാടാണോ ഇപ്പോഴും സ്വീകരിക്കുന്നത്? 75 കൊല്ലം റിപ്പബ്ലിക്കായിട്ടും. കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഉത്ബുദ്ധതയോടെ ഈ അപകടത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമുള്ള ഇടപെടൽ മുൻകൈയെടുത്തുകൊണ്ട്, എല്ലാവരും മുൻകൈയെടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന, ഓരോരുത്തരും സന്നദ്ധ പ്രവർത്തകരായിട്ട് മാറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 2 പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ ദുരന്തം ഉള്ളപ്പോൾ ചുരൽമല ഉൾപ്പെടെയുള്ള മേഖലയിലെ പൊട്ടി ഒഴുകി വന്ന ആ ദുരന്തത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് നമ്മൾ കണ്ടു. ആ സംഭവം നടന്ന ദിവസം രാവിലെ വിവരമറിഞ്ഞ ആ നിമിഷം എത്തിയവരാണ് ഞങ്ങളെല്ലാം. അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം കണ്ട ഒരു കാഴ്ചയുണ്ട്. കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന്, സമീപ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, പ്രത്യേകമായ യൂണിഫോം അണിഞ്ഞ് ആ ദുരന്ത മേഖലയിലേക്ക് 100 കണക്കിന് ആളുകൾ നടന്നു വരുന്ന കാഴ്ചയാണ്. വാഹനത്തിലൊന്നും പോകാൻ സാധിക്കില്ല. അന്നേരമാണ് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ് ആ നിമിഷം പുറപ്പെട്ട 100 കണക്കിന് യുവാക്കളും യുവതികളും ആ ദുരന്ത മുഖത്ത് എത്തിച്ചേർന്നു എന്നുള്ളത് ഞങ്ങളെല്ലാം കണ്ട കാഴ്ചയാണ്. ആ ദിവസം, ആ സമയം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഒരു ഒരുമ, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങളാലാവുന്നത് എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മഴയാണ്, കോരിച്ചൊരിയുന്ന മഴ. ആ മഴയത്ത് യഥാർത്ഥത്തിൽ കുട പോലുമില്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേക വസ്ത്രമെല്ലാം ധരിച്ച് വിവിധ മേഖലയിൽ നിന്ന് നടന്നു വരുന്ന ജനക്കൂട്ടത്തെയാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യവും അഭിമുഖീകരിച്ചത്. ഇത് കേരളത്തിൻ്റെ ഒരു മനസ്സാണ്. അതേപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അതിനോടൊപ്പം ചേർന്നു. എല്ലാവരും ധരിച്ചു കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ സഹായിക്കും, ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ സഹായം ഉറപ്പാക്കും. 2000-ഓളം വരുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം. മരിച്ചതിൻ്റെയും കാണാതായവരുടെയും കണക്ക് മാത്രമല്ല പ്രശ്നം നമ്മുടെ മുമ്പിൽ. ആ മേഖലയിൽ നിന്നെല്ലാം ഉള്ളവരെ പുനരധിവസിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് അവസാനം കണക്കാക്കിയത് ഏതാണ്ട് 2000 കുടുംബങ്ങൾ വരും. 2000 കുടുംബം. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം 2000 കുടുംബങ്ങൾക്ക് വീട് വേണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ മരിച്ചുപോയ കുടുംബം ഒരു 400-ഓ 450-ഓ, ഇനി കിട്ടാനുള്ള ഒരു 10-ഓ 45-ഓ അങ്ങനെ വെച്ചാൽ ഒരു 300-ലധികം കുടുംബങ്ങൾക്ക് വീട് വേണമെന്നല്ലേ നമ്മൾ ധരിക്കുക. അല്ല, 2000 ആളുകൾക്ക് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഗവൺമെൻറ് 2 ഭാഗം, 2 പ്രദേശം കണ്ടുപിടിച്ചു. അതിനെപ്പറ്റിയെല്ലാം പല തർക്കങ്ങളും ഉന്നയിക്കുന്നു. ഒരു തർക്കവുമില്ല. ആ 2 മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഭൂമിയിൽ പുനരധിവാസത്തിനാവശ്യമായ വീടും മറ്റ് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ സൗകര്യമല്ല ഉദ്ദേശിക്കുന്നത്. ലോകത്ത് തന്നെ നടന്ന പുനരധിവാസങ്ങൾക്കെല്ലാം മാതൃകയാവുന്ന ഒരു വയനാട് മോഡലാവണം, അതൊരു ടൗൺഷിപ്പ് ആവണമെന്നാണ്
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വ്യക്തമായി തീരുമാനിച്ചത് എങ്ങനെ ഒരു കൂര കെട്ടി അവിടെ പറഞ്ഞേക്കല്ല. ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റ് വലുതാണ്, വലിയ വീടാണ്. അതൊരു ഭാഗം. അതിൻ്റെ മേലെയും വീടെടുക്കാം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് ഈ 1000 ഫീറ്റിൻ്റെ മേലെ ഒരു വീടെടുക്കാൻ ആവശ്യമായ ഫൗണ്ടേഷനോട് കൂടിയുള്ള ഒരു വീടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 450-500 ഒക്കെയാണല്ലോ വരിക, അല്ലെങ്കിൽ 600. ഇത് 1000 വരും. വലിയ വീടാണ്. കാരണം ഇവിടെ ഈ തകർന്നു പോയത് വീട് നല്ല 2 നില കെട്ടിടം ഉൾപ്പെടെയുള്ള വലിയ വലിയ വീടുകൾ ഉൾപ്പെടെയാണ് തകർന്നു പോയത്. അങ്ങനെയുള്ള കുടുംബത്തെ ഉൾപ്പെടെയാണ് അവിടെ പുനരധിവസിപ്പിക്കേണ്ടത്. അങ്ങനെ കേവലമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 1,00,000 വീട് പദ്ധതിയുടെയോ അല്ലെങ്കിൽ അതിനുശേഷം കണ്ട നമ്മളിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് പദ്ധതിയുടെയോ ഭാഗമായിട്ടുള്ളൊരു ചെറിയ വീടല്ല ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി വലിയ വീടാണ്. കുറച്ചുകൂടി നല്ല വലിയ വീടാണ്. ആ വീട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ഫൗണ്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ വീട് 1000-ലധികം വരുന്ന സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ അതിൻ്റെ മേലെ അത്ര തന്നെ വലിയ ഒരു വീടുണ്ടാക്കാൻ സൗകര്യം കൂടി വെക്കുകയാണ്. വേണ്ടവർക്ക് അവിടെയും വീട് പിന്നീട് തയ്യാറാക്കാം. അപ്പോൾ ഒരു വലിയ സംവിധാനമാണ്. മാത്രമല്ല, കുടി ഒഴിഞ്ഞ് അവിടെ വന്ന് താമസിക്കുന്നവരോട് നിങ്ങളിവിടെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? എങ്ങനെയാണ് താമസിക്കുക? എല്ലാ കാലവും ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ 300 രൂപ രോഗികളുണ്ടെങ്കിൽ ആ രോഗികൾക്കുള്ള പണം ഉൾപ്പെടെ കണക്കാക്കിയിട്ട് 300 രൂപ പ്രകാരം ഒരു ദിവസം കൊടുക്കുക, വാടക കൊടുക്കുക എന്നിട്ട് തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം മാത്രം മതിയോ? പോരാ. അപ്പോൾ എന്ത് വേണം? പുനരധിവാസം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം. അവർക്ക് എങ്ങനെ ജീവിക്കാനാവും? ഈ 2000 കുടുംബങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ ആവശ്യമുള്ള തൊഴിൽ സൗകര്യങ്ങളോടുകൂടിയ സേവന സൗകര്യങ്ങളോടുകൂടിയ പദ്ധതികൾ കൂടി ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വേണം. എന്ന് പറഞ്ഞാൽ 2000 ആളുകൾ പാർക്കുക മാത്രമല്ല, 2000 കുടുംബങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ തൊഴിലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭൗതിക പശ്ചാത്തലം ഒരുക്കി സൗകര്യം ഗവൺമെൻറ് ഉറപ്പാക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ പുനരധിവാസമാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ സാംസ്കാരിക ജീവിതമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണം പോരാ, അതിനാവശ്യമായ ജോലി പോരാ, അതിൻ്റെ അപ്പുറം അവർക്ക് ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ആവശ്യമുള്ള ഒരുപാട് ഘടകങ്ങൾ വേണം. അതിനാവശ്യമായ രീതിയിലുള്ള സ്കൂളുകൾ വേണം കുട്ടികൾക്ക് പഠിക്കാൻ. ഈ 2000 കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംവിധാനമായി. അപ്പോൾ സ്കൂളുകൾ വേണ്ടി വരും. അതുപോലെ തന്നെ വായനശാല, ലൈബ്രറി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അവിടെ ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. ക്രിസ്ത്യാനിക്ക് ചർച്ച് വേണം, മുസൽമാന് പള്ളി വേണം, ഹിന്ദുവിന് ക്ഷേത്രം വേണം. അതൊന്നും അന്വേഷിച്ച് വേറെടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടൗൺ പ്ലാനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ ശുദ്ധജലം വേണം, ഇലക്ട്രിസിറ്റി വേണം, താമസിക്കാനുള്ള പശ്ചാത്തല സൗകര്യം വേണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള മാർക്കറ്റുകൾ വേണം, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വേണം. അതുപോലെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ലൈബ്രറി ഉൾപ്പെടെയുള്ള വായനശാല ഉൾപ്പെടെയുള്ള സംവിധാനം വേണം, പ്ലേ ഗ്രൗണ്ട് വേണം. ഇതെല്ലാം കൂടി ചേർന്ന ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസമാണ് കേരളം പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ കയറി എവിടെയെങ്കിലും കിടന്നെന്ന് പറയല്ല. ഇതിന്നേ വരെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കിയിട്ടുള്ള ഒന്നല്ല. കേന്ദ്ര ഗവൺമെൻറ് പണം തന്നാലും തന്നില്ലെങ്കിലും ഈ പുനരധിവാസം കേരളം നടപ്പിലാക്കിയേ പറ്റൂ, നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്ത് പിന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ 2000-ഓളം വരുന്ന വീട് 2 മേഖലയായി തിരിച്ചുള്ള ഈ ടൗൺ പ്ലാനിംഗ്, അതിനടിസ്ഥാനപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം വളരെ വേഗം ദ്രുതഗതിയിൽ നമുക്ക് പൂർത്തിയാക്കി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത നമ്മുടെ മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള 2219 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. ഇന്നലെ ഒരു ഗുണമുണ്ടായി. പ്രതിപക്ഷം ഇടയ്ക്കിടയ്ക്കൊക്കെ വിമർശനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും വലിയ വിമർശനം നടത്താനില്ല, കാതലില്ല. കാരണം ഗവൺമെൻറ് ഇത്തരത്തിലുള്ള വളരെ ഫലപ്രദമായ പ്രവർത്തനമാണ് നടത്തിയത്. സാധാരണ പുനരധിവാസത്തിന് മുമ്പ് ഒരു ഇടക്കാല പുനരധിവാസമുണ്ട്. അതെങ്ങനെയാ? സ്കൂൾ ഷെഡ് അല്ലെങ്കിൽ അവിടെ ഇവിടെ ആരോടെങ്കിലും ഒരു വലിയ ഒരു മാർക്കറ്റിൻ്റെ ഭാഗമായി ഒരു സാധനം വാങ്ങി അവിടെ നീ കിടന്നോ,
അവിടെ 2-3 കൊല്ലം കിടന്നേ പലരും. 2-3 കൊല്ലം കിടന്നത് അങ്ങനെയാണ്. ദുരന്തമായിരുന്നു ജീവിതം. ഇവിടെ ഗവൺമെൻറ് എന്താ ചെയ്തേ? 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് മുഴുവൻ ആളുകളോടും പറഞ്ഞു, നിങ്ങൾക്ക് പറ്റാവുന്ന സ്ഥലം നിങ്ങൾ കണ്ടെത്തിക്കോ. സ്കൂളിൽ കിടക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും വരാന്തയിൽ കിടത്താൻ പറ്റില്ല. മറ്റെല്ലാ മനുഷ്യന്മാരും വയനാട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. ഇനി ബന്ധുക്കളുടെ വീടുണ്ടെങ്കിൽ അവിടെ, ഇനി ബന്ധുക്കൾക്കും സൗകര്യമില്ല എങ്കിൽ വാടകയ്ക്ക് വീട്. ആ വാടക ഗവൺമെൻറ് കൊടുക്കും. വയനാടിൻ്റെ ഒരു ശരാശരി വാടക കണക്കാക്കിയിട്ട് ഗവൺമെൻറ് പറഞ്ഞു, ഇത്ര വാടക നിങ്ങൾക്ക് തരാം, മാസാമാസം തരാം. 1 മാസം കൊണ്ട് പുനരധിവാസത്തിൻ്റെ ഭാഗമായ താൽക്കാലിക ഷെൽട്ടറുകളിൽ, സ്കൂളുകളിലൊക്കെ പാർപ്പിച്ച മുഴുവൻ ആളുകളെയും സ്വന്തം വാടക വീട്ടിലേക്ക് നയിച്ചു. അപ്പോൾ ഒരു സ്വാഭാവിക പ്രശ്നമുണ്ട്. വാടക വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ വാടക കൊടുത്തു ഗവൺമെൻറ്, പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? അപ്പോൾ രോഗികളുണ്ട്, പരിക്ക് പറ്റിയവരുണ്ട്, ഒന്നും പറ്റാത്തവരുണ്ട്, അമ്മയും അച്ഛനും പോയിട്ട് മക്കൾ മാത്രമുള്ള 2-3 കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു നിരവധി കുടുംബങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞു, ഒരാൾക്ക് ഏതാണ്ട് 300 രൂപ പ്രകാരം രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും ഗവൺമെൻറ് പണം തരും. ഇങ്ങനെ ഒരു പുനരധിവാസം ഇതിനു മുമ്പ് എവിടെയെങ്കിലും നടന്നോ? കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള പോലും നടന്നിട്ടില്ല. ഇപ്പോഴിതെല്ലാം അതിൻ്റെ എല്ലാ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരം ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് താൽക്കാലിക ഷെൽട്ടറിൽ കടന്ന് നരകിക്കുന്ന ഒരവസ്ഥ ഉണ്ടായില്ല. കൃത്യമായിട്ട് അവർക്ക് പണം നൽകി. മരിച്ചുപോയവരുണ്ട്, അവരുടെ ആശ്രിതർക്ക് 4 ലക്ഷം വീതം ആദ്യ ഗഡു കൊടുത്തു ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് 4 ലക്ഷം വീതം. പരിക്ക് പറ്റിയവർക്ക് ഉൾപ്പെടെ പണം നൽകി. ഇങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള നല്ല ഇടപെടൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടതിൻ്റെ ആദ്യഘട്ടത്തിലും ഇനി പുനരധിവാസത്തിൻ്റെ അവസാന ഘട്ടം പോകുമ്പോൾ എല്ലാവർക്കും പോലും ഞാൻ നേരത്തെ പറഞ്ഞ ടൗൺഷിപ്പ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും അത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അവിടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പണം വേണം. 2219 കോടി എന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമർശനങ്ങളെല്ലാം കുറേ ഉന്നയിക്കുന്നുണ്ടെങ്കിലും UDF ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചു, നമുക്ക് കേരള മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് കേരളത്തിൻ്റെ ആവശ്യമായ ഈ 2220-21 കോടി രൂപയുടെ മുന്നോട്ടേക്ക് വെച്ച ഡിമാൻഡ് നമുക്ക് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന സഹായം അടിയന്തരമായിട്ട് കിട്ടണം, അടിയന്തരമായിട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഒപ്പിട്ട് MP-മാർ ഇവരെ കാണണം എന്ന് തീരുമാനിച്ചു. ഇന്നലെ കണ്ടു. അതൊരു പുതിയ മാറ്റം തന്നെയാണ്. ഞങ്ങളതിനെ അംഗീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. കാരണം കേരളത്തിൻ്റെ വികാരമാണല്ലോ, കേരളീയരുടെ പ്രശ്നമാണല്ലോ. ആ പ്രശ്നത്തിലാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് സഹായം വേണമെന്ന് കേരളം ഒറ്റക്കെട്ടായി അസംബ്ലിയിൽ പ്രമേയം പാസാക്കി ഏകണ്ഠമായിട്ട്. അവിടെയും തർക്കമുണ്ടായിരുന്നില്ല, ഏകണ്ഠമാണ്. ആ പ്രമേയമെല്ലാം ഉണ്ടായിട്ടും നരേന്ദ്രമോദി ഇവിടെ വന്നിട്ടും കണ്ടിട്ടും ഒരു തരത്തിലുള്ള മനസ്സ് അലിവും ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് ഇന്നലത്തെ മെമ്മോറാണ്ടം കൊടുക്കാൻ തീരുമാനിച്ചത്. 3 ആളെ ഇല്ലാണ്ടുള്ളൂ, 3 ആൾ പോയിട്ടില്ല. ഒന്ന് സുരേഷ് ഗോപി മന്ത്രി, പിന്നെ ജോർജ് കുര്യൻ മന്ത്രി, പിന്നെ PT ഉഷ രാജ്യസഭാ അംഗം. 3 ആൾ പോയിട്ടില്ല. ബാക്കി എല്ലാവരും പോയി, എല്ലാവരും ചേർന്നു. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പോയി. സ്വാഭാവികമായിട്ടും വയനാടിൻ്റെ MP കൂടിയാണല്ലോ. അവരെല്ലാം ആവശ്യപ്പെട്ടു കേരളത്തെ സഹായിക്കണം. പക്ഷേ കേരളത്തെ സഹായിക്കുന്നില്ല. എന്തുകൊണ്ട് കേരളത്തെ സഹായിക്കുന്നില്ല എന്നിവിടെ മാങ്കോട് പറഞ്ഞല്ലോ. നമുക്ക് സഹായമില്ല, എന്നാൽ ആന്ധ്രക്ക് സഹായമുണ്ട്. നമുക്ക് സഹായമില്ല, എന്നാൽ ഗുജറാത്തിന് സഹായമുണ്ട്. എന്നാൽ തെലുങ്കാനക്ക് സഹായമുണ്ട്. എന്നാൽ ആസാമിന് സഹായമുണ്ട്. നമ്മളെ അത്രയൊന്നും കുഴപ്പമില്ലാതിരുന്ന സ്ഥലത്ത് 100 കണക്കിനല്ല 1000 കോടിയാണ് കൊടുക്കുന്നത്, ബീഹാർ ഉൾപ്പെടെ. അവർക്കെല്ലാം സഹായം കൊടുക്കാൻ തയ്യാറുണ്ട്. മാത്രമല്ല, പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗം മാത്രമല്ല, ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും അവർക്കെല്ലാം ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. കേരളത്തിന് പണം തരില്ല. കേരളത്തിന് പണം തരില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓശാരത്തിനൊന്നും ചോദിക്കുന്നതല്ല, യാചിക്കുന്നതൊന്നുമല്ല. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അവകാശങ്ങൾ
നമുക്ക് നൽകേണ്ടത്, കേരളത്തിന് നൽകേണ്ടത് തരുന്നില്ല എന്ന പരാതിയാണ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നത്, വേറെയല്ല. എത്ര ആയിരം കോടിയാണ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരുന്നത്? ഞാനതിൻ്റെ ആദ്യ കണക്ക് മൊത്തം പരിശോധിച്ചാൽ ലക്ഷക്കണക്കിനാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ കേരളത്തിന് നൽകേണ്ടുന്ന പണം ഈ കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല കുറച്ച് കൊല്ലമായിട്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ധനകാര്യ കമ്മീഷൻ. ഈ ധനകാര്യ കമ്മീഷനാണ് ആളോഹരി ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് പണം സംസ്ഥാനത്തിന് നൽകേണ്ടത്, ഭരണഘടനാപരമാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് 10ാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് അന്ന് കിട്ടിയിരുന്നത് 3.9% ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആളോഹരി കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിഹിതം 3.9%. ഇപ്പോൾ അവസാനം വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്നത് 1.9% മാത്രം. ഈ 2% എന്ന് പറഞ്ഞാൽ എത്രയായിരം കോടിയാണ്. ഓരോ കൊല്ലവും ഈ കേരളത്തിൽ നൽകേണ്ടുന്ന ജനങ്ങളുടെ ജനസംഖ്യാടിസ്ഥാനത്തിൽ അതിൻ്റെ ഓഹരിയായിട്ട് കാണുമ്പോൾ നമുക്ക് തരേണ്ടിയിരുന്ന എത്രയായിരം കോടി രൂപയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് നൽകാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിന് കുറച്ചത് എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമുണ്ട്. നിങ്ങൾ വലിയ രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, നിങ്ങൾ ആരോഗ്യ മേഖലയിൽ, നിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ, എല്ലാ മേഖലയിലും നിങ്ങൾ 1ാം സ്ഥാനമാണ്. ശിശു സംരക്ഷണം ഉൾപ്പെടെ എല്ലാറ്റിലും നിങ്ങൾ 1ാം സ്ഥാനം. ആയുസിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ എല്ലാം നിങ്ങൾ 1ാം സ്ഥാനം. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് കൂടുതൽ പണം? എന്നാൽ ഇതൊന്നും അല്ലാത്ത വളരെ പിന്നണിയിൽ കിടക്കുന്ന സംസ്ഥാനങ്ങൾക്കല്ലേ കൂടുതൽ കൊടുക്കേണ്ടത്? കേട്ടാൽ ന്യായമെന്ന് വിചാരിക്കും. നമ്മൾ മുന്നോട്ട് വന്നു എന്നുള്ളതുകൊണ്ട് മുന്നോട്ട് വന്നതിൻ്റെ പ്രശ്നമല്ലേ പിന്നെ കൈകാര്യം ചെയ്യേണ്ടത്? ആ കൈകാര്യം ചെയ്യാൻ പണം തരണ്ടേ? ആ പണം തരുന്നില്ല എന്ന് മാത്രമല്ല, അത് നിഷേധിക്കുന്നതിന് പുതിയ മാർഗം കണ്ടെത്തുകയാണ്. കഴിഞ്ഞ ഒരു വർഷം മാത്രം 2022-23 ഇതിപ്പോൾ 23-24-25 നമ്മളുള്ളത്. എത്രയായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്? 64,000 കോടിയാണ് ഒറ്റ കൊല്ലം തരാതിരുന്നത്. ഒരു കൊല്ലം മാത്രം കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് റവന്യൂ കമ്മി നികത്തുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി നോക്കിയാൽ 57,000 കോടി കിട്ടിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടിച്ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കിട്ടേണ്ടുന്ന വിഹിതത്തിൻ്റെ ഭാഗമായിട്ട് 7,000 കോടിയും കിട്ടിയില്ല. 57,000-ഉം 7-ഉം 64,000 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഒറ്റ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് നഷ്ടമായത്. എവിടെയാണ് കേരളം നിൽക്കുക? എന്നിട്ട് ഈ കേരളം ട്രഷറി പൂട്ടാതെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. മുൻഗണനാ ക്രമം അനുസരിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ടുന്ന ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ചെറിയ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വലിയ കുഴപ്പമില്ലാതെ കൊടുത്തു പോകുന്നു. കുടിശ്ശിക തീർത്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ കേരളം മുന്നോട്ടേക്ക് പോയത്? നമ്മൾ 58% അധിക വരുമാനം മുൻ കുടിശ്ശികയുടെ ഭാഗമായിട്ട് പിരിച്ചത്. 58% എന്ന് പറഞ്ഞാൽ പകുതിയിലധികം പിരിച്ചു. അതുകൊണ്ടാണ് ട്രഷറി കൂട്ടാതിരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റ് എന്തെല്ലാം പ്രശ്നം നമ്മൾ പറയുമ്പോഴും മെച്ചപ്പെട്ട രീതിയിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ നല്ല രീതിയിലുള്ള നികുതി പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. വളരെ വ്യക്തതയോടുകൂടി അധിക ചെലവൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം നിർത്തുകയാണ്. ഇവിടെ പറഞ്ഞില്ലേ, നമുക്ക് കടമെടുക്കുന്നത് എന്തോ വലിയ അപകടമാണെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ധാരണയിലുള്ളവരല്ല ഞങ്ങൾ. ദൈനംദിന ചെലവിന് വേണ്ടി കടമെടുക്കാൻ പാടില്ല. ശമ്പളം വാങ്ങാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി കടം വാങ്ങാൻ പാടില്ല. സത്യം പറഞ്ഞാൽ കടമെടുക്കേണ്ടത് എന്തിനു വേണ്ടിയാ? മൂലധന നിക്ഷേപത്തിന് വേണ്ടി കടമെടുക്കണം. മൂലധന നിക്ഷേപത്തിന് കടമെടുക്കുക എന്ന് പറയുന്ന അർത്ഥം, ഇന്ന് മൂലധനം നിക്ഷേപിച്ചാൽ ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്ക് 10 കൊല്ലം കഴിയുമ്പോഴേക്ക് ആ നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടിത്തുടങ്ങും.
അപ്പോൾ കടം വാങ്ങി നിക്ഷേപിക്കുക, ആ നിക്ഷേപത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ലാഭവിഹിതത്തിലേക്ക് നമ്മൾ കടക്കുക. അതാണ് വളർച്ച. അത് വേണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഞങ്ങളാരും പറയുന്നതല്ല, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതല്ല. റിക്കാർഡോ, ആദം സ്മിത്ത് ഉൾപ്പെടെയുള്ള ബൂർഷ്വാ അർത്ഥശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് അവർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണിത്. ധനമൂലധനത്തെ എങ്ങനെ വിഭജിക്കാം, ആ വിഭജിച്ച് എങ്ങനെയാണ് വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് മൂലധനം സ്വരൂപിക്കുന്നതിന് വേണ്ടി കടം വാങ്ങി ഉപയോഗിക്കേണ്ടത് എന്ന കാര്യമൊന്നും മാർക്സ് പറഞ്ഞല്ല. മാർക്സ് പറഞ്ഞിട്ടത് വേറെ ബൂർഷ്വാ അർത്ഥശാസ്ത്രന്മാരാണ് ഇത് വിശദീകരിച്ചത്. അതിൻ്റെ ഭാഗമാണ് കേരളം. കേരളം ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഒന്നുമല്ല. ഇത് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിന് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഭരണകൂട വ്യവസ്ഥ മൗലികമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ ചെറിയ മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. ഭൂബന്ധത്തിലൊക്കെ മൗലികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാം അതേപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെ രീതിയിൽ പോകുകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല പിണറായി വിജയൻ ഗവൺമെൻറ്. എന്നോടൊരു ചാനലിൻ്റെ ഭാഗമായിട്ട് ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞതെങ്ങനെയാണ്, ഈ പിണറായി വിജയൻ ഭരണകൂടം ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ സഹിച്ചു, പോട്ടെ, അറിയാണ്ട് പറയുന്നതാണ്. ഈ ഏങ്കർമാർ ഇങ്ങനെ വൈകാട്ട് പഠിച്ചിട്ട് പറയുന്നതാണല്ലോ. അപ്പോൾ എന്നോട് രണ്ടാമത് പറയാം. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ വീണ്ടും പിണറായി വിജയൻ ഭരണകൂടം. അപ്പോൾ ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ ഭരണകൂടമല്ല. അല്ലേ? ചങ്ങാതി വൈകാട്ട് പഠിച്ചതാ? ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു പിന്നെ ആരുടേതാണ്? ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിൻ്റെ. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ. കേരള ഗവൺമെൻറ് ഭരണകൂടം, കേരളത്തിൻ്റെ ഭരണകൂടം നരേന്ദ്രമോദിയുടേതാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യം? അപ്പോൾ പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു. അല്ല പറഞ്ഞു. പിന്നെ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിൻ്റെയാണ്. ഞാൻ പറഞ്ഞത് അന്നും ഇന്നും ശരിയാ, നാളെയും ശരിയാ. ഈ ഭരണകൂടം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഉൾക്കൊള്ളുന്ന ഭരണകൂട വ്യവസ്ഥ. അതിൻ്റെ ഒപ്പം നാലാമത്തെ കാര്യം പറയാൻ വേണമെങ്കിൽ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലയും. ഇത് നാലും ചേരുന്നതാണ് ഭരണകൂടം. ഈ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നതോ ഇടതുപക്ഷം നിയന്ത്രിക്കുന്നതോ ആയ ഒന്നല്ല. ഇന്ത്യയിലെ ഭരണകൂട വ്യവസ്ഥ കുത്തക മുതലാളിത്തവുമായിട്ടും ഭൂപ്രഭുത്വവുമായിട്ടും സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾ, ഫിനാൻസ് മൂലധനവുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ്. മൂലധന നിക്ഷേപം നടത്തി വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ മുതലാളിമാരാണ്. ഇവിടെ കുത്തിവെച്ച ഈ സാധനങ്ങളെല്ലാം അവരുടെ ചെലവിലാണ്. നിൽക്കുന്ന ആളെ പറ്റിയല്ല എനിക്ക് പരാതി, അവർ നമ്മളെ വർക്കാണ്. ഇവിടെ നിൽക്കുന്നവരുണ്ടല്ലോ പത്രക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നേ, അവരെല്ലാം വിചാരിക്കുന്നത് ഞാൻ അദാനീൻ്റെ ആളാണ്. എന്ത് അദാനി? അദാനീൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ കുത്തിവെച്ചിട്ട് ഇല്ലേ? അദാനിയുണ്ട്, അംബാനിയുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത എഴുതുന്നത്. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നാളെ പത്രത്തിൽ കൊടുക്കാനാണ്, നാളെ ടി വിയിൽ വരാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു തെറ്റിദ്ധാരണക്കാർക്കും വേണ്ട. എനിക്കൊട്ടുമില്ല. എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ നോക്കാനാണ് നിൽക്കുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും വല്ല പെശകും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതെല്ലാം. എന്നിട്ട് അവസാനം ഒരു വരി കൊടുക്കും, എം.വി. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു, കഴിഞ്ഞു, തീർന്നില്ലേ? ഇതല്ലേ വാർത്താ രീതി? അതിനിടയിൽ എന്തെല്ലാം കളവ് ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇത് നമുക്കെതിരായിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വാർത്താ ശൃംഖലയാണ് മഹാഭൂരിപക്ഷവും. അതുകൊണ്ടാണ് ഞാൻ ഭരണകൂടത്തിൻ്റെ നാലാമത്തെ ഭാഗം ആദ്യം പറഞ്ഞത്. പിന്നെ എന്തെല്ലാമുണ്ട്? എക്സിക്യൂട്ടീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നതാണ്, ഭരണഘടനയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സിക്യൂട്ടീവ് അങ്ങനെയാണ്. ജുഡീഷ്യറി തിരഞ്ഞെടുപ്പുണ്ടോ? 5 കൊല്ലം കൂടുമ്പോൾ ഇന്ന മജിസ്ട്രേറ്റിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മജിസ്ട്രേറ്റിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ജഡ്ജിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ജുഡീഷ്യറിയിൽ എവിടെയെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിലപാടാണോ ഇപ്പോഴും സ്വീകരിക്കുന്നത്? 75 കൊല്ലം റിപ്പബ്ലിക്കായിട്ടും അല്ലല്ലോ. അല്ല, നമുക്കറിയാലോ കൊളീജിയമാണ്. അപ്പോൾ അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വർഗ നിലപാട് തന്നെയാണ്. എക്സിക്യൂട്ടീവിൽ ഭൂരിപക്ഷമില്ല, അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ ഭൂരിപക്ഷമില്ല, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൽ ഭൂരിപക്ഷമില്ല. പിന്നെ എവിടെയാണ് നമുക്ക് ഭൂരിപക്ഷം ഉള്ളത്? ഒറ്റ ഒന്നിലാണ്, അത് ലെജിസ്ലേച്ചറാണ്, അസംബ്ലി.
അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതുകൊണ്ട്, ഈ 1/4 ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഭരണവർഗത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളി വർഗത്തിൻ്റെ വർഗഭരണം നടത്താൻ കഴിയുന്ന ഒന്നാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് എന്ന ഒരുപാട് തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട്. ഞങ്ങൾക്ക് ആ തെറ്റിദ്ധാരണയില്ല. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ആശ്വാസകരമായ രീതിയിൽ നമുക്ക് കേരളത്തിൽ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിർവഹിച്ചിട്ടുമുണ്ട്. അങ്ങനെ നിർവഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാം. കേരളത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഒരു വർഗം കേരളത്തിലില്ല. എല്ലാവരുടെയും ഉണ്ട് ആ വർഗം, ഇല്ലേ? കേട്ടില്ലേ വർഗങ്ങളെ പറ്റി? അങ്ങനെയുള്ള കേരളത്തിലില്ലാത്ത ആ വർഗം ഏതാണ്? പറഞ്ഞോ. പിന്നെ വെറുതെ പ്രസംഗം കേട്ടിരുന്ന കാര്യം. ഇവിടെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. എന്നാൽ ഈ കേരളത്തിൽ ഒരു വർഗം ഇല്ല. ആ വർഗം ഏതാണ്? ജന്മി വർഗം. ജന്മിയില്ല. പണ്ട് അരപ്പാടം പറയുന്നുണ്ട്, KPR അരപ്പാട്ടൻ, KPR ഗോപാലിൻ്റെ അനിയൻ. വെച്ചുകാടൽ, കങ്കാണി, നൂരി, മുക്കാല്, വാശി, വണ്ണാത്തി മാറ്റി മുടക്കൽ, കല്ലും തോലും വെച്ചുകെട്ടൽ, കൂലിയാൻ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന ജന്മി. ആ ജന്മിയിലായി കേരളത്തിൽ. കേരളത്തിലില്ല എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല, കേരളത്തിൽ മാത്രമില്ല. ആ മാറ്റം കേരളത്തിനുണ്ട്. കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന ഒരു സംസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് വളരാൻ കഴിയും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നൊരു ചിത്രം ഒരു 10-20 കൊല്ലം കൊണ്ട് മാറും. പരമാവധി 20 കൊല്ലം. ഇതിൻ്റെ ഒരു ഷീട്ടും ഇല്ലാണ്ട് ഈ കേരളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 400 കൊല്ലക്കാലത്തെ വികസിതമായിട്ട് വളർന്നു വന്ന രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്താൻ ഈ കേരളത്തെ പ്രാപ്തമാക്കുന്ന ഒരു 20 വർഷം കൂടി ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നമുക്ക് കിട്ടിയാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാതെയും നമുക്ക് മുന്നോട്ടേക്ക് പോകാം.